വിന്നിംഗ് ടീം കണ്ടക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ട്രെയിനിങ് സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിലെ കോതമംഗലത്തു നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വെസ്റ്റീജിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സ് തന്നെയാണ് അല്ലെ. നമുക്ക് ഈ ഒരു പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വിന്നിംഗ് ടീം ലീഡേഴ്സ് നമുക്ക് ഓരോ ആഴ്ചയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറ്റഗറി പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് അത്രയധികം കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് അത് അറിയാനും അത് യൂസ് ചെയ്തിട്ട് അറിവ് നേടി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നമ്മളെ വളരെയധികം ഈ ഒരു സെഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്കും നിങ്ങളുടെ ടീമിലെ മറ്റു മെമ്പേഴ്സിനെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് വിദ്യ മാമിനെയാണ്. ഇന്നത്തെ ഒരു ഡ്യൂ ഗാർഡൻ കാറ്റഗറി പ്രോഡക്ട്സിനെയാണ് മാം ഇന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. മാം എറണാകുളം സ്വദേശിയാണ്, ബൈ പ്രൊഫഷൻ ഒരു ബാങ്കിങ് സെക്ടറിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. ഇപ്പോൾ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നു. ഈ ഒരു ബിസിനസ്സിൽ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള മാമിനെ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത മാഡം. എന്നെ വളരെയധികം നന്നായി തന്നെ സുഷിത മാഡം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് വിദ്യ, ഞാൻ എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നു. മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് ഏറ്റവും ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലേ, നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മുടെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അതിൽ ഡ്യൂ ഗാർഡൻ എന്ന് പറഞ്ഞ മേഖലയെ കുറിച്ചാണ് ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തുചേർന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മേഖലയിൽ ഡ്യൂ ഗാർഡൻ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നേരിടുക വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ തരുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സ്ത്രീകള് പണ്ടത്തെ പോലെ അല്ല, എല്ലാവരും പല മേഖലയിലോട്ടും നമ്മൾ ചേക്കേറാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ്. ആരും പണ്ടത്തെ പോലെ വീടുകളിൽ നിന്നും മാത്രമല്ലാതെ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ കഴിവുകൾ എന്താന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലോട്ടൊക്കെ ഓരോ എത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ സ്ത്രീകൾ ഇപ്പൊ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മള് എല്ലാ കാര്യങ്ങളിലോട്ടും ഒത്തൊരുമിച്ച് പോകുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തും എല്ലാം ഷെഡ്യൂൾ ചെയ്തൊക്കെ പോകുന്നതും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലോട്ട് എത്തുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അതിൽ ഏറ്റവും വിട്ടുപോകുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ആരോഗ്യം. നമ്മളിപ്പോ എല്ലാവരും തന്നെ ആരോഗ്യ മേഖലയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്ത് നമ്മളെല്ലാവരും തന്നെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു മേഖലയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി വരുന്നത്. അതിന് ഞാനൊരു സ്ലൈഡോട് കൂടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. സുഷിത മാഡം, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് ഷെയറിംഗ് ആവുന്നുണ്ട്. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കിയാൽ നല്ലതായിരിക്കും. വന്നിട്ടുണ്ടോ മാഡം? ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ എല്ലാവരും തന്നെ പല മേഖലയിലോട്ടും പങ്കിടാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ പല കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലും നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും. വീട്ടിലുള്ള ചെറിയ പണികൾ മുതൽ എല്ലാ കാര്യങ്ങളിലോട്ടും നമ്മൾ സ്ത്രീകള് മുൻകൈ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നതാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ആരോഗ്യം എങ്ങനെയാണ് ശുചിത്വമായിട്ട് വെക്കേണ്ടത്? നമുക്ക് വളരെയധികം വേർപ്പുണ്ടാവും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ഷീണിതനായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണല്ലേ മെൻസ്ട്രേഷൻ ടൈമിൽ. പീരീഡ്സ് ആവുന്ന സമയത്ത് വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും നമ്മളെല്ലാവരും തന്നെ. അപ്പൊ ആരോഗ്യത്തിന് ശുചിത്വത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെയാണ് നമുക്ക് പീരീഡ്സ് ടൈമിൽ നമ്മുടെ ആരോഗ്യ ശുചിത്വം സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോ കുറെ രീതിയിലുള്ള ചാലഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പീരീഡ്സ് ടൈമിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാകും. വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും, അതേപോലെ കുറെ വർക്കുകൾ ചെയ്യാനുണ്ടാകും, അതേപോലെ നമ്മള് ശരീരം ശുചീകരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ആരോഗ്യ ഒരു കണക്കെടുപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 62% ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ആർത്തവസമയത്തുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നത് അണുമുക്തമായിട്ടുള്ള രീതിയിലുള്ള സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്.
അങ്ങനെ അണുമുക്തമായിട്ടല്ലാത്ത സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാജിനൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ പെയിൻ ഒക്കെ വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരു ശരാശരി 500 മെൻസ്ട്രേഷൻ സൈക്കിൾ എങ്കിലും ഒരു ആവറേജ് സ്ത്രീകൾക്ക് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉത്തമ പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക് കമ്പനി ആയിട്ടുള്ള വെസ്റ്റീൻ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഡ്യൂഗാർഡൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ നമുക്ക് കിട്ടുന്നത്. അതിന് നമുക്ക് രണ്ട് ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കമ്പനി തരുന്നത്. ഒന്ന് ഡ്യൂഗാർഡൻ സാനിറ്ററി നാപ്കിൻ ഫ്ലൈയും അതേപോലെ നമുക്ക് ഇന്റിമേറ്റ് വാഷും നമുക്ക് പ്രൊഡക്റ്റ് തരുന്നുണ്ട്. എന്തിനാണ് നമുക്ക് ഡ്യൂഗാർഡൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ? നമുക്കറിയാം നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഒരു പടി മുന്നേ എന്നുള്ള രീതിയിൽ നമുക്ക് സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു വുമൺ എംപവർമെന്റ് എന്നുള്ള രീതിയിലോട്ടാണ് നമുക്ക് നമ്മുടെ കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ വളരെ നല്ലൊരു ബ്രാൻഡാണ് നമുക്ക് ഡ്യൂഗാർഡൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡ്യൂഗാർഡൻ ഫ്ലൈ സാനിറ്ററി നാപ്കിൻ ആണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സ്ത്രീകളുടെ പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? നമുക്ക് പേടി ഉണ്ടാവില്ല, നമ്മുടെ ഡ്രസ്സിലൊക്കെ അത് ബ്ലഡ് ആകുമെന്നുള്ള പേടി ഉണ്ടാകും, കറകളാകുമെന്നുള്ള പേടി ഉണ്ടാകും. നമുക്കൊരു കംഫർട്ട് അല്ലാത്തൊരു സമയമാണ്, നമുക്ക് തന്നെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സമയമായിരിക്കും. ഓരോ ചൂടും നമ്മൾ സൂക്ഷിച്ചായിരിക്കും വെക്കുന്നതല്ലേ. നമ്മുടെ മുഖത്തിലെ സന്തോഷം ഒന്നും മറഞ്ഞു പോകുന്ന ഒരു സമയം കൂടി ആയിരിക്കും. കാരണം ഒന്ന് കഠിനമായിട്ടുള്ള വയറുവേദനകൾ ഉണ്ടാകാം, പലർക്കും പല രീതിയിലായിരിക്കാം, വയറുവേദനകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു അസ്വസ്ഥതകൾ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു നേടുന്ന ഒരു സമയമാണ് നമുക്ക് പീരീഡ്സ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറെ ഉപയോഗിക്കുന്ന നമ്മൾ പല സമയങ്ങളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റാഷസ്, നമുക്ക് ചൊറിച്ചിൽ പോലുള്ളത്, ലീക്കേജിന്റെ ഇഷ്യൂസ്, അതേപോലെ നമുക്ക് അത് ഫിറ്റ് അല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് ഏതാണ് കംഫർട്ടബിൾ രീതിയിലുള്ള പാഡ് നമുക്ക് ഏതൊക്കെയാണ് കിട്ടേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാഡിന് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ഒന്ന്, നമ്മൾ ബ്രീത്തബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നോക്കും. അതേപോലെ നമുക്ക് ചൊറിച്ചിലോ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ റാഷസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുള്ള പാഡ് ഏതാണ് നോക്കും. അതേപോലെ നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്താ, നമുക്ക് ആ ബ്ലഡ് ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അബ്സോർപ്ഷൻ കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ഏതാന്നുള്ളത് നമ്മൾ നോക്കുമല്ലേ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ആയിട്ടാണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഡ്യൂഗാർഡനിലെ നമുക്ക് ഇത് തരുന്നത്. ശരിക്കും അത് ശരാശരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു 500 രൂപ മുതൽ 1000 രൂപ വരെ നമ്മൾ ഒരു മാസം സ്ത്രീകള് പേഴ്സണൽ ഹൈജീനിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടെന്നാണ് ഒരു കണക്കെടുപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി പറയുന്നത് നിങ്ങൾ കോൺഫിഡൻസോട് കൂടിയിട്ട്, പേഴ്സണൽ ആയിട്ടായിക്കോട്ടെ പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറക്കാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് ഈ ഒരു ഉൽപ്പന്നം സാനിറ്ററി നാപ്കിൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യലോട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ അറിയാം, പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ഡ്യൂഗാർഡനിൽ നിന്നിട്ട് ഈ ഒരു ഡ്യൂഗാർഡനിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പാക്കിംഗ് രീതിയിലല്ല വന്നേക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് നമുക്ക് ഇപ്പോഴത്തെ ഡ്യൂഗാർഡൻ കിട്ടുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഗ്രീൻ എന്നുള്ള രീതിയിലോട്ട്? നമുക്കറിയാം, ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും അബ്സോർബൻ ആയിട്ടുള്ള രീതിയിൽ ഹൈജീൻ ആണല്ലേ. നമുക്ക് ഒരു ഗ്രീൻ കളർ ലേബിൾ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കോൺഫിഡൻസോടെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അതേ രീതിയിൽ തന്നെയാണ് ഗ്രീൻ കളർ നമുക്കിവിടെ പ്രസന്റ് ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയോട് ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും റീഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളതിനെ കുറിച്ചും, അതേപോലെ തന്നെ നമുക്ക് വെൽബിയൻ ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ആയിട്ടുള്ള രീതിയിലും, നമുക്ക് പ്രകൃതിയോട് ചേർന്നിട്ടുള്ള സേഫ് ആയിട്ടുള്ള രീതിയിലൊരു മെറ്റീരിയൽ ആയിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് റീഫോം ചെയ്തേക്കുന്നുള്ളതാണ് നമുക്ക് ഗ്രീൻ കളർ എന്നുള്ള രീതിയിൽ കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ നമുക്ക് പുതുതായിട്ട് ഇറങ്ങിയ ഡ്യൂഗാർഡൻ ഫ്ലൈയിൽ സാനിറ്ററി നാപ്കിനിൽ ഫ്ലൈ എന്നുള്ള വാക്കും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഫ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ നേച്ചുറലായിട്ട് പ്യൂരിഫിക്കേഷൻ, റീഫ്രഷ് ആയിട്ടിരിക്കുന്ന, ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്, നമ്മൾ കംഫർട്ട് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. അതേപോലെ നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫ്രീഡത്തോട് കൂടിയിട്ട് നമ്മളൊരു ലൈറ്റ്നിങ് ആയിട്ടുള്ള രീതി, നമ്മൾ പ്രകാശത്തോട് കൂടിയിട്ട് ആ പീരീഡ്സ് ടൈം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഡേ തന്നെ
നിങ്ങൾ പറന്ന് നടന്നോളാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലൈ എന്നുള്ള വാക്ക് തന്നെ കമ്പനി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാപ്കിൻ ഏറ്റവും ഹൈജീൻ പാർട്ടാണെന്ന് പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫിക്കൽ അനോൺ ചിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ബാക്ടീരിയസിന്റെ വളർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്കറിയാം, നമുക്ക് ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ പീരീഡ്സ് ടൈമിൽ, അതൊക്കെ ഇല്ലാതിരിക്കാനും നമുക്ക് വയറുവേദന പോലുള്ളതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വരുന്ന ഡ്യൂ ഗാർഡൻ ലൈനിൽ 8 ലെയർ പ്രൊട്ടക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അത് ഒന്ന് നമുക്ക് സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് പ്യുവർ കോട്ടൺ ടി ആണ്. പിന്നെ ലീക്കേജിന്റെ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ ഗ്രാഫിക്കൽ അനോൺ ചിപ്പ് ഫയർ ടെക്നോളജി അനുസരിച്ചിട്ട് 360 ഡിഗ്രി ലീക്കേജിന്റെ ഇഷ്യൂസ് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ പോളിമർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ ഉണ്ട്, മീത്തബിൾ ലേയേഴ്സ് ആണ്, പിന്നെ ടോക്സിക് ഗ്ലൂ അല്ല അത് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിധിയുടെ കാരണം ഒന്ന് കെമിക്കലായിട്ട് പോളിമറും അതേപോലെ ടോക്സിക് ഗ്ലൂ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡേ ടൈമിനും നൈറ്റിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് വരുന്നുണ്ട്. അതിലെ ഗ്രാഫിക്കൽ അനോൺ ചിപ്പും അല്ലെങ്കിൽ FI ടെക്നോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞ മെറ്റബോളിസം അല്ലെങ്കിൽ സെൽസ് ഒക്കെ കൊണ്ടിട്ടാണ് നിർമ്മിച്ചേക്കുന്നതെന്ന് അറിയാം. അതേപോലെ തന്നെ നമ്മുടെ ആ ഇന്റിമേറ്റ് ഏരിയയിലും നമുക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന്റെ സമയത്ത് ഈ ഗ്രാഫിക്കൽ അനോൺ ചിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കൊരു പിക്ചറിൽ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏറ്റവും ടോപ്പ് ലെവലിൽ കാണുന്ന ഒരു ഗ്രാഫിക്കൽ അനോൺ ചിപ്പാണ് FI ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആ ടൈമിൽ ഉണ്ടാവുന്ന സ്മെൽസോ ബാക്ടീരിയസ് ഒക്കെ ഇല്ലാതിരിക്കാനും നമ്മുടെ ആ ഏരിയ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഓക്സിജനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു പുതിയ ടെക്നോളജി അനുസരിച്ചിട്ടാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു സയന്റിസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ സയന്റിഫിക്കായിട്ട് തെളിയിച്ച പോലെ, നമുക്കൊരു ബെർത്ത് ചെയ്യുന്ന സമയത്ത് ഒരു പ്രസവത്തിന്റെ സമയത്തുള്ള ഒരു കഠിനമായിട്ടുള്ള രീതിയിലുള്ള ഒരു മൊമെന്റ് ആണല്ലേ നമ്മുടെ പീരീഡ്സ് എന്ന് പറയുന്നത്. അതിനൊക്കെ ലൈറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്രാഫിക്കോൺ ചിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് മറ്റ് പാഡുകളിൽ നിന്നിട്ടും പുറത്ത് കിട്ടുന്ന സാനിറ്ററി നാപ്കിൻ നിന്നിട്ടും നമ്മുടെ പാഡ് വ്യത്യസ്തമാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇത് നമുക്ക് പുറത്തുള്ള നാപ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും സോഫ്റ്റ് ലെയർ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷനും നമുക്ക് കംഫർട്ടായിട്ട് രീതിയിലായിരിക്കില്ല ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് ലീക്കേജിന്റെ ഇഷ്യൂ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ടോപ്പ് ലെയർ ആണ്. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാത്ത രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി 360 ഡിഗ്രി അവർ പ്രൊട്ടക്റ്റിംഗ് വിങ്സ് വെച്ചിട്ടുണ്ട്. മറ്റു ബാക്കിയുള്ള നാപ്കിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്സോർപ്ഷൻ മെറ്റീരിയൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലേ നമുക്ക് കംഫർട്ട് ആണോ എന്നുള്ളത്. പക്ഷെ ഇതിൽ പോളിമർ, ബയോ ആയിട്ടുള്ള പോളിമറാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഫ്ലൂയിഡിനൊക്കെ റെസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള നമുക്ക് പുറത്തുള്ള സാനിറ്ററി നാപ്കിനിൽ നമുക്ക് ഒറ്റ രീതിയിലായിരിക്കും പാഡ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഡ്യൂ ഗാർഡൻ ഫ്ലൈയിൽ ബോത്ത് ഡേയും നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാപ്കിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഹെൽത്തി ആയ ഹൈജീൻ ആയിട്ട് സേഫ്റ്റി എന്ന് നമുക്ക് ഡ്യൂ ഗാർഡൻ ഫ്ലൈയിൽ നിന്നും ബാക്കിയുള്ള സാനിറ്ററി നാപ്കിൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പുറത്തുള്ള നാപ്കിൻ നമുക്ക് ആന്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷൻ അഡ്വാൻസ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഡ്യൂ ഗാർഡൻ ഫ്ലൈയിൽ നമുക്ക് ഗ്രാഫിക്കൽ അനോൺ ചിപ്പ് യൂസ് ചെയ്ത് FI ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആന്റി ബാക്ടീരിയ ലെയർ ആയിട്ട് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുറത്തുള്ള നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാനിറ്ററി നാപ്കിനിൽ ബ്രീത്തബിൾ ആയിട്ടുള്ള പാഡ് അല്ല നമുക്ക് കിട്ടുന്നത്, ടോപ്പ് ലെയർ അല്ല കിട്ടുന്നത്. നമുക്ക് ഡ്യൂ ഗാർഡനിൽ അങ്ങനെ ടോപ്പ് ലെയർ നമുക്ക് ബ്രീത്തബിൾ ബോട്ടിൽ ലെയർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെടണം, അല്ലെങ്കിൽ റാഷസ്, ചൊറിച്ചിൽ, ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുള്ള നാപ്കിനിലൊക്കെ നമ്മൾ ടോക്സിൻസ് അടങ്ങിയിട്ടുള്ള ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്യൂ ഗാർഡൻ ഫ്ലൈയിൽ ടോക്സിൻ അടങ്ങാത്ത രീതിയിലുള്ള നമുക്ക് സ്കിന്നിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ പുറത്തുള്ള നമുക്ക് പാഡൊക്കെ യൂസ്
ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ദുർഗന്ധമൊക്കെ അനുഭവപ്പെടുമായിരിക്കില്ലേ. ചില ടൈം കഴിഞ്ഞിട്ട് ഒരു പീരിയോഡിക് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്മെല്ലിങ് രീതി ഉണ്ടാകും. പക്ഷെ നമുക്ക് ഡ്യൂ ഗാർഡൻ ഫ്ലൈ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ നമുക്കൊരു റീഫ്രഷിനായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡിൽ എമൗണ്ടിൽ ഒരു വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പുറത്തൊരു ആളോട് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വില്ലിങ് ആയിരിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് മറ്റ് പുറത്തുള്ള പ്രൊഡക്റ്റിനുള്ള വേരിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റെഗുലർ പാഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന്റെ വില വരുന്നത് ഒരു ഏകദേശം 7 രൂപ to 12 രൂപ. ഒരു നല്ലൊരു രീതിയിൽ കുറച്ചും കൂടി ഡിഫറൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതുണ്ടെങ്കിലും ഒരു 15 to 18 രൂപയാണെങ്കിൽ നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈ ഒരു പാഡിന് നമുക്ക് DP പ്രൈസ് കിട്ടുന്നത് 19 രൂപയ്ക്കാണ്. അത് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് PV കിട്ടുന്നുണ്ട്, അതേപോലെ നമുക്ക് ബിസിനസ് ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് പഴയ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാനിറ്ററി നാപ്കിനേക്കാളും കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് ആയിരുന്നു നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഒരു ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡിൽ നിന്നാണ് നമുക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളതും നമുക്ക് കോൺഫിഡൻസോടുകൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറൻസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാറ്റലോഗ്സ് ആണ് ഷെയർ ചെയ്യണത്. വേറെ ഒന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ഫീച്ചേഴ്സ് നമുക്ക് ഓർഡിനറി പാഡ്, പുറത്ത് മാർക്കറ്റിൽ കിട്ടുന്ന പാഡും കുറച്ച് ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള പാഡും നമ്മുടെ പാഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, സൂപ്പർ അബ്സോർബ് ആയിട്ടുള്ള പോളിമർ ആണ് നമുക്ക് ഉള്ളത്. അത് എല്ലാ ബ്രാൻഡിലും നമുക്ക് കിട്ടുന്നുണ്ടാകും. പക്ഷേ സോഫ്റ്റ് സ്കിൻ, കോട്ടൺ സോഫ്റ്റ് ആയിട്ട് സ്കിൻ ഫ്രണ്ട്ലി ലെയേഴ്സ് ആണെങ്കിൽ പുറത്തുള്ളത് നമുക്ക് കിട്ടില്ല. ഡ്യൂ ഗാർഡിൽ അത് കിട്ടുന്നുണ്ട്. അതേപോലെ 360 ഡിഗ്രി എയർ പേപ്പർ വിങ്സ് ഒക്കെ 360 ഡിഗ്രി നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ടോക്സിൻസ് ഒക്കെ ഇല്ലാത്ത രീതിയിൽ സ്കിന്നിന് സേഫ് ആയിട്ടുള്ള രീതിയിൽ ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പാഡ് ഫീച്ചർ കൂടിയുള്ളതിന് കിട്ടുന്നുണ്ടെങ്കിൽ, ഇനി പറയാൻ വേണ്ടി പോകുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഡ്യൂ ഗാർഡൻ ഫ്ലൈയിൽ മാത്രം കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ്. അതിലെ ഒന്നെന്ന് പറയുന്നത് ബീതബിൾ ബോട്ടം ആണ്, ഗ്രാഫിക്കൽ അനോൺ ചിപ്പ് ഉണ്ട്, FIR ടെക്നോളജി അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ പറയാൻ വേണ്ടി പറ്റുന്നതാണ്, നമ്മുടെ പാക്കിൽ ഡേയ്ക്കും നൈറ്റും യൂസ് ചെയ്യേണ്ട പാഡ് ഡിഫറെന്റ് ആയ സൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ PVയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് മറ്റുള്ള ഒരു സ്ഥലത്ത് ആളോട് പറയുമ്പോഴത്തേക്കും, നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് എങ്ങനെ നമുക്കൊരു ടെസ്റ്റിമോണിയൽ രീതി നമുക്ക് കാണിക്കാല്ല, അതിൽ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഡ്യൂ ഗാർഡൻ പാഡിന്റെയും ഒരു അതർ ബ്രാൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പാഡും എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെയ്യുന്ന വേറെ ഒരു UV ലൈറ്റ് റേ വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് കാണിക്കുമ്പോഴത്തേക്കും വൈറ്റ് കളറാണ് കാണുന്നതെങ്കിൽ ഡ്യൂ ഗാർഡൻ പാഡിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ UV റേ അടിക്കുമ്പോഴത്തേക്ക് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ആണെങ്കിൽ ഗുഡ് ഹൈജീൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതർ ബ്രാൻഡിന്റെ ആണ് നോക്കിക്കേ, ലൈറ്റ് ആയിട്ട് ഒരു ബ്ലൂ കളർ അല്ലേ വന്നിരിക്കുന്നത്. അതിൽ ഹൈജീൻ കുറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അടുത്തൊരു ഡെമോയാണ്, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ബെറ്റാഡിൻ ലിക്വിഡോ എന്തെങ്കിലും നമ്മൾ ഇടുക, ഒഴിച്ചിട്ട് നമ്മൾ അത് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തില്ല, ആ ലിക്വിഡ് മിക്സ് ചെയ്ത വെള്ളത്തിലോട്ട് നമ്മുടെ ഗ്രാഫിക് അനോൺ ചിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാഡിന്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ ഇരിക്കുന്ന ഒരു ചിപ്പിന്റെ ഞാനൊരു പിക്ചർ കാണിച്ചിരുന്നില്ലേ, ആ സാധനം നമ്മുടെ ആ ഗ്രാഫിക് അനോൺ ചിപ്പ് എടുത്ത് ആ ഗ്ലാസ്സിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് ആ മൂന്നാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ ആ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ, നമ്മൾ പറഞ്ഞു ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു നമുക്ക് പീരിയഡ്സ് ടൈമിൽ. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് ബെസ്റ്റ് നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നത്. ആ ഗ്രാഫിക് അനോൺ ചിപ്പ് ഇട്ടപ്പോഴത്തേക്കും ആ ബെറ്റാഡിൻ ലിക്വിഡിന്റെ എല്ലാം മാറിയിട്ട് പ്യുർ വാട്ടറിന്റെ രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി കോട്ടൺ ടോപ്പ് ലെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, ഇത് നമ്മുടെ പ്യുർ കോട്ടൺ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പാഡ് എടുത്തിട്ട് അത് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ കോട്ടൺ എടുത്തിട്ട്
അതൊന്ന് കത്തിച്ച് ഒരു ലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാച്ച് ബോക്സ് വെച്ചിട്ടോ ഒന്ന് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മൂന്നാമത്തെ പിക്ചർ പോലെ അത് കത്തിപ്പോയിട്ടുണ്ടാകും. അപ്പൊ നമുക്കതറിയാം അത് പ്ലാസ്റ്റിക് കൊണ്ടിട്ടല്ല, പ്ലാസ്റ്റിക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിലായിരിക്കില്ലല്ലോ കത്തുന്നത്. ഈ ഒരു പ്യുവർ കോട്ടൺ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നിൽ ഡ്രൈ ആകാതെയും കംഫർട്ടബിൾ ആയ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതൊരു ബ്രീത്തബിൾ ബോട്ടം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ബ്രീത്തബിൾ ബോട്ടം ആണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നുമില്ല, നമുക്ക് നല്ലൊരു ചൂടുവെള്ളമായിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ട് അതിലോന്റെ പൊക്കത്തോട്ട് ഒരു പാഡ് വെക്കാം. ആ പാഡിന്റെ പൊക്കത്ത് നമ്മളൊരു ഗ്ലാസും കൂടി മറിച്ച് വെക്കുകയാണെങ്കിൽ ആ ഇവാപ്രേഷൻ, ആ ആവി പൊക്കത്തുള്ള ആ മറിച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു ഡെമോ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയാണ്, നമ്മളൊരു പാഡ് എടുക്കുക, അതിലോട്ട് നമ്മൾ ഒരു ലിക്വിഡ്, ഇപ്പൊ ഒരു ബ്ലൂ കളർ ലെയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് അതിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും അതിൽ 200 ml വരെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ സാനിറ്ററി നാപ്കിൻ ഉണ്ട്. അപ്പോൾ അത് ഹൈ അബ്സോർബിൾ പോളിമർ ആണ്. അത് നമുക്ക് ലീക്കേജ് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു കോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് നാപ്കിൻ്റെ പൊക്കത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ലീക്കേജ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഹൈ അബ്സോർബേഷൻ പവർ സാനിറ്ററി നാപ്കിൻ നമുക്ക് നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈ സാനിറ്ററി നാപ്കിൻ നമുക്ക് ഉണ്ട്. അടുത്ത നമുക്ക് എങ്ങനെയാണ് അത് ലീക്കേജ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡെമോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാഡ് എടുക്കുക, അതിൽ നമ്മൾ ആ കോട്ടൺസ് ഒക്കെ നമ്മൾ കോട്ടൺ ലെയറിലെ ആ പാഡ് മാത്രം, ഷീറ്റ് മാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് ഈ അബ്സോർപ്ഷൻ ഷീറ്റ് ഇട്ട് വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു ജെല്ല് രീതിയിലോട്ട് മാറിയിട്ടുണ്ടാകും. ആ ഗ്ലാസ് ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലല്ലേ അതിൽ വെള്ളം ഒന്നും വീഴാത്ത രീതിയിലുള്ള ഒരു ഇതാണ്. ഇത് നമുക്കിനി എങ്ങനെ ഡിസോൾവ് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈ. ആ ജെല്ലിലോട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ ജെല്ല് വാട്ടർ ഫോമിലേറ്റ് ആയിട്ടുണ്ടാവും. അതിലുള്ള ആ ലെയർ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും അതൊരു കോട്ടൺ ലെയർ ആണെന്ന് പറഞ്ഞു. മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെല്ല് വാട്ടർ ഫോമിലായിട്ട് അത് നമുക്ക് ഡിസ്പോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈയിൽ ഇത് ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഫീച്ചേഴ്സ് ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതിൻ്റെ DP വരുന്നത് 190 ആണ്, MRP വരുന്നത് 270, ഇതിൻ്റെ പോയിന്റ് വാല്യൂ വരുന്നത് 6.33 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഒരേ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വണ്ടർഫുൾ ഒരു പ്രൊഡക്റ്റാണ് ഡ്യൂ ഗാർഡൻ ഫ്ലൈ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ഡ്യൂ ഗാർഡനിലെ ഫോമിംഗ് ഇൻറ്റിമേറ്റ് വാഷ്. നമുക്കറിയാം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡി പാർട്സിലെ ഓരോ പാർട്സിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. ഓരോ ചെടികൾക്കും ഓരോ രീതിയാണ്, പ്രകൃതിയിലെ ഓരോ ചെടികൾക്കാണെങ്കിൽ ഓരോ രീതിയിലാണ് അതിൻ്റെ വളർച്ച, അതിൻ്റെ സെൻസിറ്റിവിറ്റി, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നമ്മുടെ ബോഡിയിലും അതേപോലെ തന്നെ ഓരോ മിനിറ്റ്സിലും ഓരോ സെക്കൻഡ്സിലും ഓരോ വേരിയേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ടിഷ്യൂസിലും നമ്മുടെ ബോഡിയിലും ബോഡി സിസ്റ്റത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പം ഓരോ സ്കിൻ ടൈപ്പും പല ടൈപ്പാണ്. അതിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പറയും നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ സോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന്. നമ്മൾ പറയുമല്ലോ നമ്മുടെ സ്കിന്നിൽ ഫേസിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടല്ലേ നമുക്ക് ഫേസ് വാഷ് നമുക്ക് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ വളരെയധികം സെൻസിറ്റീവ് ആണ്. നമുക്കും അതിന് pHൻ്റെ ഒക്കെ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഇൻറ്റിമേറ്റ് ഏരിയ നമുക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷനും ഇൻഫെക്ഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആ ഏരിയ നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കണം? നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അഫക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്ന് ഡെയിലി ലൈഫിൻ്റെ ഇഷ്യൂസ്, നമ്മൾ പാനി ലെയേഴ്സ് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഹൈജീനായിട്ടുള്ള സ്പ്രേസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള രീതിയിലുള്ള എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ്, പിന്നെ അതേപോലെ ഹെൽത്തി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവർ ഡയറ്റ്, സിസ്റ്റർ റിലേഷനൊക്കെ കൂടിയിട്ടാണ് അങ്ങനത്തെ ഏരിയയിൽ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു pH വാല്യൂ ഉണ്ട് നമ്മുടെ വാജിന്.
ഇന്റിമേറ്റ് ഏരിയ നമ്മുടെ pH വാല്യൂ വരുന്നത് 3.5-ന്റെയും 4.5-ന്റെയും ഇടയ്ക്കാണ് നമ്മുടെ pH വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഇന്റിമേറ്റ് ഏരിയയിൽ നമുക്ക് അതുകൊണ്ട് തന്നെ ബാഡ് സ്മെൽസ് ഉണ്ടാകും, അതേപോലെ ഇറിറ്റേഷൻ ഉണ്ടാകും, അതേ വാജിനൽ ഡിസ്ചാർജ് ഉണ്ടാകും. പിന്നെ അതേപോലെ ബാക്ടീരിയാസ് ഒക്കെ അടിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് ഡ്യൂ ഗാർഡൻ ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ് നമുക്ക് തരുന്നത്. ഈ ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുന്നത് നമുക്ക് സോപ്പ് ഫ്രീ ആണ്, അതേപോലെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരു ഉത്തമമായിട്ടുള്ള രീതിയിൽ ഹൈജീനായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഡ്യൂ ഗാർഡൻ ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബ്ലൂബെറി, സീബക്തോൺ ആൻഡ് ടാമോറിൻ ഫ്ലവർ ആണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും നമുക്ക് ബാഡ് സ്മെൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു സുഗന്ധം വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഇന്റിമേറ്റ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആണ്. നമ്മളറിയാലോ നമ്മുടെ പല ടൈപ്പ് സ്കിൻ ടൈപ്പ് ഉണ്ടെന്ന് പറയും. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് എല്ലായിടത്തും യൂസബിൾ ആയിട്ടില്ലായിരിക്കും എന്ന് നമ്മൾ ബ്യൂട്ടി പ്രൊഡക്ട്സിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് SF9 പ്രൊഡക്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഡ്യൂ ഗാർഡൻ ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡ്യൂ ഗാർഡൻ ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? അതിൽ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് വാജിനയിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് pH ന്യൂട്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഓരോ ഏരിയയിലും നമുക്ക് ഓരോ pH വാല്യൂ ഉണ്ടെന്ന്, അതേപോലെ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ ഈ വാജിനൽ ഇൻഫെക്ഷൻ, പിന്നെ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഫ്രഷ്നെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇന്റിമേറ്റ് വാഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് പുരുഷന്മാർക്കും ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇറിറ്റേഷൻ, ഡ്രൈനെസ്, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ ഒക്കെ വരുമല്ലേ. അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റിമേറ്റ് ഏരിയയിൽ ഈ ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സോപ്പ് യൂസ് ചെയ്ത വെള്ളം മാത്രം യൂസ് ചെയ്യാതെ നമുക്ക് ഇന്റിമേറ്റ് വാഷ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. pH ന്യൂട്രൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആൽക്കലൈൻ സോപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നാച്ചുറൽ ആസിഡിറ്റിയും ഇന്റിമേറ്റ് ഏരിയ സ്കിന്നിനൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാകും. അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇന്റിമേറ്റ് വാഷ് ഫോമിങ് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് നമ്മൾ നമ്മളെ തുടച്ചിട്ട് അവിടേക്ക് നമ്മൾ ഇന്റിമേറ്റ്മെന്റ് ഒരു പമ്പിങ് ആണ്. ആ ഇന്റിമേറ്റ് വാഷ് നമുക്ക് ഒരു കയ്യിലെടുക്കുക, എന്നിട്ട് ആ ഇന്റിമേറ്റ് ഏരിയയിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഡെയിലി 2 പ്രാവശ്യം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്റിമേറ്റ് ഹൈജീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അണ്ടർഗാർമെന്റ്സ് ഒക്കെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ നമുക്ക് കോട്ടൺ ആയിട്ടുള്ള രീതിയിൽ അണ്ടർഗാർമെന്റ്സ് യൂസ് ചെയ്യുക. പിന്നെ ഇന്റിമേറ്റ് ഏരിയ ട്വൈസ്, രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്പ്രേ പോലുള്ള സ്മെല്ല് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ നമുക്ക് മെൻസ്ട്രേഷൻ ടൈമിൽ, പീരീഡ്സ് ടൈമിലൊക്കെ നാപ്കിൻ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം, മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫോമിങ്ങിന്റെ ഇന്റിമേറ്റ് വാഷിന്റെ പ്രൈസ് വരുന്നത്, DP പ്രൈസ് നമുക്ക് 180 rupees ആണ്. MRP വരുന്നത് 210, നമ്മുടെ PV വരുന്നത് 6 ആണ്. നമ്മൾ ഈ ഒരു മേഖലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഇതിന്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതൊരു നമ്മളെല്ലാവരും ഒരു ബിസിനസ് കൺസെപ്റ്റും കൂടി, നമുക്കൊരു വരുമാനം നേടണം എന്നുള്ള രീതിയിലും കൂടിയിട്ടല്ലേ നമ്മൾ ഇതിൽ അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം. അതിൽ ഡൂ ഗാർഡൻ ഫ്ലൈ സാനിറ്ററി നാപ്കിൻ നമുക്ക് ഒരാൾക്ക് രണ്ടും അതേപോലെ ഡൂ ഗാർഡൻ ഫോം ഇന്റിമേറ്റ് വാഷ്, ഈ 2 പ്രോഡക്റ്റ് നമ്മൾ ഒരാൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് DP പ്രൈസ് 370, അതേപോലെ നമ്മളത് MRPക്ക് കൊടുക്കുകയാണെങ്കിൽ അത് 480. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 110 രൂപ നമുക്ക് ലാഭം അപ്പം തന്നെ കിട്ടിയല്ലേ. അതേപോലെ നമുക്ക് 12 PV കയറുന്നുണ്ട്. ഇനി ഇതേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഒരു 10 പേർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിലോ നമ്മുടെ PVയുടെ വേരിയേഷൻ നോക്കിക്കേ. നമുക്കൊരു 123 PV ഒറ്റയടിക്ക് കയറി. നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിൽ നമ്മൾ മിനിമം 100 PV പറയുന്നുണ്ടല്ലേ, അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും 10 പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്യൂ ഗാർഡന്റെ കോമ്പിനേഷൻ എടുത്താൽ മതി. അതേപോലെ നമുക്ക് DP വരുന്നത് 3700 രൂപയും MRP 4800 രൂപ. MRP കൊടുക്കണമെങ്കിൽ 4800 രൂപ, 1700 രൂപ നമുക്ക് ലാഭം കിട്ടി. ഇതിൽ വേറൊരു ഓഫർ നമുക്ക് കമ്പനി റഫർ ചെയ്യുന്നുണ്ടല്ലേ, എല്ലാ മാസവും ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഒപ്പം തന്നെ ഡ്യൂ ഗാർഡൻ അല്ലെങ്കിൽ ഡ്യൂ ഗാർഡൻ എന്ന സെഗ്മെന്റ് മാത്രം നമുക്ക് എടുക്കണമെങ്കിൽ സ്പെഷ്യൽ റീപർച്ചേസ് ഓഫർ ഉണ്ട്. 3200 മേലെ നമ്മൾ ഈ ഡ്യൂ ഗാർഡൻ പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് JPയുടെ ഒരു കാസറോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 10 പേർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ 3700 രൂപ നമുക്ക് DP പ്രൈസ് നമുക്ക് 10 പാഡ് കിട്ടുകയും 10 പാഡും ഇതും ഇന്റിമേറ്റ് വാഷും കിട്ടുമ്പോഴത്തേക്കും നമുക്ക് 3700 രൂപയുടെ DP പ്രൈസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഓഫറിലോട്ട് എലിജിബിലിറ്റി നേടി. അപ്പോൾ ഇതേ രീതിയിലുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫേഴ്സും എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് നമുക്ക് സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടും ആണ് കമ്പനി ഓരോ ഓഫേഴ്സ് നമുക്ക് തരുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തരുന്നത്. അതിലെ ഒരു സെഗ്മെന്റ് മാത്രമാണ് ഞാൻ ഡ്യൂ ഗാർഡൻ എന്നുള്ള സെഗ്മെന്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ളൊരു സെഗ്മെന്റിനെ കുറിച്ച് പറയാൻ വേണ്ടി കിട്ടിയ ഒരവസരം വളരെയധികം പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റിയുള്ള വളരെയധികം സന്തോഷം. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു അവസരം തന്ന വിന്നിംഗ് ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു വിദ്യ മാം, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സെഷൻ മാമിന് ചെയ്യാനായിട്ട് സാധിച്ചു. താങ്ക് യു സോ മച്ച്. മാമിനുള്ള നന്ദി നമുക്ക് ഈ ഒരു ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു വെസ്റ്റീജ് പ്രോഡക്ട്സിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് അല്ലെ. ഏത് കാറ്റഗറി പ്രോഡക്ട്സ് എടുത്ത് നോക്കിയാലും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് കമ്പനി നമ്മൾക്കിവിടെ തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂ ഗാർഡൻ കാറ്റഗറി പ്രോഡക്ട്സും സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹൈജീന് വേണ്ടിയിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ്. എല്ലാ സ്ത്രീകളും വാങ്ങി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ജെൻസിനാണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് കാര്യങ്ങൾ നമ്മളിലേക്ക് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മളിലേക്ക് ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി കൂടെ, ഈ ഒരു ബിസിനസ് നമ്മളുടെ ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസിന്റെ സാധ്യതകൾ കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. താങ്ക് യു സോ മച്ച് മാം. പിന്നെ നമ്മൾക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്ലൈഡ് കണ്ടതിൽ ഞാൻ ശ്രദ്ധിച്ചു, കമ്പനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലംസിലേക്കാണ്. സ്ത്രീകൾ ഏറ്റവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രോബ്ലം തന്നെയാണ് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. 80 ml രക്തം വരെ നമ്മൾക്ക് ഓരോ മെൻസ്ട്രൽ സൈക്കിൾ പീരീഡിലും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ ഈ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നതോട് കുറെ ഇച്ചിങ്, ഇറിറ്റേഷൻ, അങ്ങനെ ഒരുപാട് ഇന്റിമേറ്റ് ഏരിയയിൽ ഒരുപാട് ഇച്ചിങ്, ഇറിറ്റേഷൻസ്, അതുമൂലം നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ വരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, ഗർഭാശയ ക്യാൻസർ വരെ വരാൻ ചാൻസസ് ഉണ്ട് നമുക്ക് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ അതിനെല്ലാം മാറ്റിയെടുക്കാനും
നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും പുതിയൊരു തലമുറയ്ക്ക് ജന്മം നൽകാനും ഒക്കെ കടപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്രയും സൂപ്പർ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ കമ്പനി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്രോബ്ലംസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വെറും ഒരു പ്രോഡക്ട്സ് സെല്ലിംഗ് ചെയ്യുന്നതല്ലാതെ നമ്മുടെ പ്രോബ്ലംസിലേക്കും നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസിലേക്കും, നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മുടെ തലമുറയെ കുറിച്ചുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മളുടെ ഈ ഒരു കമ്പനിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെ സൂപ്പർബായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ എല്ലാ ആഴ്ചകളിലും നടക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് സെഷനിലേക്ക് നമ്മുടെ ടീമിലെ മാക്സിമം ആളുകളെ, അല്ലെങ്കിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന നമ്മുടെ കൺസ്യൂമേഴ്സിനെ മാക്സിമം ഈ ഒരു സെഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം വന്നിരിക്കുന്ന വ്യക്തികളിലേക്കും പ്രോഡക്ട്സിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടിക്കൊടുത്തുകൊണ്ടും നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്ത വിദ്യ മാമിന് ഒന്നുകൂടെ താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന വിന്നിംഗ് ടീം ലീഡേഴ്സിന് എസ്പെഷ്യലി താങ്ക്സ് പറയുന്നു. ഈ ഒരു സെഷനിൽ MC ചെയ്യാൻ അവസരം നൽകിയ വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ.